ഇന്നത്തെ നമ്മുടെ റെസിപ്പി മടി പിടിച്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ചോറ് മാത്രമാണ് ഇരിപ്പുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ്. ഈ റൈസ് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം, അതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലഞ്ച് ബോക്സ് ആയിട്ടോ നമ്മുടെ ഡിന്നറിനൊക്കെ നമുക്കിത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. അപ്പോൾ ഈ റെസിപ്പിക്ക് നെയ്യാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ബട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത് മൂന്നുമാണ് കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഏറ്റവും ടേസ്റ്റ് നെയ്യാണ്. അപ്പോൾ നെയ്യ് തന്നെ എടുക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷൻ സൺഫ്ലവർ ഓയിൽ ഒന്നും എടുക്കരുത് കേട്ടോ. ആ ഒരു നെയ്യിൻ്റെയും ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റാണ്, വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റാണ് ഈ റൈസിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ അത്യാവശ്യം കൂടുതൽ തന്നെ വെളുത്തുള്ളി വേണം, ഒരു 10-15 വെളുത്തുള്ളി വേണം. വലിയതാണെങ്കിൽ 10 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണം വരെയൊക്കെ എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 വെളുത്തുള്ളിയാണ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും അത്യാവശ്യം വേണം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു 10-25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ കൂടെ മിക്സ് ആണെങ്കിൽ ഒരു 10-25 എണ്ണം എടുക്കാം. വലുതാണെങ്കിൽ 10 എണ്ണം 15 എണ്ണം ഒക്കെ മതിയാവും. എന്നിട്ട് നമ്മൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഉള്ളീൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവാള അതുപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൊത്തത്തിൽ തന്നെ ചെറിയുള്ളി, അതായത് സവാളക്കും കൂടെ പകരം അതായത് ഒരു 10-20 ചെറിയുള്ളി 30 ചെറിയുള്ളിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റണം. അതും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴന്ന് ആ ഒരു നല്ലൊരു മൊരിഞ്ഞൊക്കെ വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാം. നന്നായിട്ട് വഴന്നതായി ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നമ്മളുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് മൊരിയണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അല്ലാതെ വാടിക്കഴിഞ്ഞാൽ മാത്രം അത്ര രസം ഉണ്ടാവില്ല. ഇങ്ങനെ നന്നായിട്ട് കണ്ടില്ലേ നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വരണം. ഒരുപാട് കരിഞ്ഞു പോകണ്ട. നമ്മൾ ചേർത്ത് നെയ്യും അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകമാവും. ആ ഒരു പാകത്തിനാണ് നമ്മൾ ഇതിനകത്തോട്ട് നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്ന അരികൾ വേണം നിർബന്ധമൊന്നുമില്ല. ഇനി ചില ആളുകൾ നെല്ലുകുത്തരി ഉണ്ടല്ലോ, നമ്മുടെ തവിടുള്ള അരികൾ, അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഉപയോഗിക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പൊന്നിയരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ നെയ്ച്ചോറിൻ്റെ അരി, ബിരിയാണീൻ്റെ അരി ഒക്കെ ഉപയോഗിക്കാം, ബസ്മതി റൈസ്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ റൈസ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ വോക്കിൻ്റെ പാത്രം ഒന്ന് എടുക്കുക കേട്ടോ. വോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന പാത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ, വൈഡായിട്ടുള്ള, അതിന് മൂടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റൈസ് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക. അങ്ങനത്തെ പാത്രങ്ങളിൽ റൈസ് ഉണ്ടാക്കുമ്പോഴാട്ടോ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ മാക്സിമം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് നന്നായിട്ട് കഴിക്കാം. നമുക്ക് എന്താ പറയുക, ആ റൈസ് വെറുതെ കഴിക്കാം. നല്ലൊരു ഫ്ലേവറാണ്. നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ അവസാനമായിട്ട് കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നെയ്യും ബട്ടറൊക്കെ എത്രത്തോളം വേണം, അത് ഹെൽത്ത് കോൺഷ്യസിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മാത്രം കഴിക്കുക കേട്ടോ. പിന്നെ നമുക്കിതിന് വേണമെങ്കിൽ മുട്ട പൊരിച്ചതോ എന്തെങ്കിലും ഒരു പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുന്നേ ഉള്ളൂ. കറിയൊന്നും വേണ്ട ആവശ്യമില്ല. ടിഫിൻ ബോക്സ് ആയിട്ടും ലഞ്ചായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ, അതായത് പ്രസവിച്ച് കഴിഞ്ഞ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതല്ലോ ഉള്ളിച്ചോറ് എന്ന് പറയും, ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ നെല്ലുത്തരി വെച്ചിട്ടാണ് ചെയ്യുക, നെല്ലുകുത്തി അരി വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റെസിപ്പിയുടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.